നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ തുടർച്ചയായി രണ്ടാം ദിവസവും NIA ചോദ്യം ചെയ്തു. ഡൽഹിയിലെ CGO സമുച്ചയത്തിലെ NIA ആസ്ഥാനം റാണയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ സുരക്ഷാ വലയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. തഹാവൂർ റാണയ്ക്ക് സെല്ലിൽ യാതൊരുവിധ പ്രത്യേക പരിഗണനകളും നൽകാറില്ലെന്നും അയാൾ ആവശ്യപ്പെട്ടതു പ്രകാരം ഒരു ഖുറാൻ നൽകിയിട്ടുണ്ടെന്നും സെല്ലിൽ റാണ 5 നേരം നമസ്കരിക്കാറുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖുറാന് പുറമെ പേനയും പേപ്പറുമാണ് റാണ ആവശ്യപ്പെട്ടത്. അവയും നൽകിയിട്ടുണ്ട്. പേന ഉപയോഗിച്ച് സ്വയം പരിക്കേൽപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരം റാണയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ സാധിക്കും. നിലവിൽ ഓരോ 48 മണിക്കൂറിലും ഇയാളുടെ വൈദ്യപരിശോധനയും നടത്തുന്നുണ്ട്. അതേസമയം മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാൻ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും NIA വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും. മുംബൈ സ്ഫോടനം നടക്കുന്നതിന് 10 ദിവസം മുൻപ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിനാണെന്നാണ് NIA പരിശോധിക്കുന്നത്. റാണയ്ക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയാണ് കനേഡിയൻ പൗരനായ തഹാവൂർ റാണയെന്നാണ് കണ്ടെത്തൽ. എന്നാൽ മുംബൈ ആക്രമണത്തിനും 10 ദിവസം മുമ്പ് 2008 നവംബർ 16 റാണ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ മുറിയെടുത്തത്. ഭാര്യയ്ക്കൊപ്പം 2 ദിവസം താമസിച്ച് മടങ്ങുകയും ചെയ്തു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയെന്നായിരുന്നു അന്ന് ഹോട്ടലിൽ അറിയിച്ചിരുന്നത്.